പാത്രമൊക്കെ നേരത്തെ അമ്മ കൈ വെച്ചല്ലേ. ചേച്ചി ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, ചേച്ചി ആരോടുള്ള വാശി തീർക്കാനാണ് ഇത്ര പണി ചെയ്യണോ ഒറ്റയ്ക്ക്? ഞാൻ എന്നോടുള്ള വാശി തീർക്കുന്നത് എന്തേ? ചേച്ചി സമാധാനമായിട്ട് കിടക്കുന്ന വീട്ടിൽ വെറുതെ കിടന്ന് അടി ഉണ്ടാക്കല്ലേ. നിന്റെ പ്രശ്നം എന്താ കേശു? ചേച്ചി ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവൂലേ? എന്ത് അമ്മ ഈ ചേച്ചി ചുമ്മാ ഷോ അമ്മ അതാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പണിയെടുക്കണ്. എന്താ ലച്ചു ഒറ്റയ്ക്ക് പണിയെടുക്കണ എന്തിനാ? ശരി എവിടെ പോണേ? നീ ആരുടെ നീ വാശി കാണിക്കണത്? എന്റെ അടുത്ത് വാശി കാണിക്കല്ലേ? എന്തിനാ യേശുവക്ക്? ആർക്കറിയാം, പണ്ട് പട്ടിയുടെ വായി കമ്പിട്ട് കുത്തിയതുപോലെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന ചേച്ചിയാണ്. എന്ത് ലച്ചു പ്രശ്നം ഉണ്ടാക്കിയ? എനിക്ക് അപ്പോഴും തോന്നി ഇവള് വായടച്ച് പൂട്ടിയിരിക്കണ പ്രശ്നം ഉണ്ടാക്കാനാണെന്ന്. ഇതാണ് നീ നോക്കണത്. നീ അങ്ങനെ നോക്കി എന്നെ പ്രകോപിതനാക്കാനൊന്നും പറ്റില്ല. അങ്ങനെയല്ലേ വിഷ്ണു കേട്ടാ? എല്ലാരും ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അങ്ങ് പോയാലോ മോളെ? മുഖത്തടിച്ച പോലെ സംസാരിച്ച് വിജയിച്ച് അങ്ങ് പോവാന്ന് വിചാരിച്ചാ എന്ത്? മുഖം മൂടിയിട്ട് ഇവിടെ സംസാരിക്കാനും നിൽക്കാനൊന്നും ആരും പറ്റിയൊന്നുമില്ല. പഴയ ലച്ചുവായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി. അച്ഛൻ ഇവിടെ ഇല്ലാത്ത ലച്ചേച്ചിയുടെ ഭാഗ്യം. ചേച്ചി എന്തോ ചേച്ചി തൊണ്ട വല്ല മുള്ളു മുരിങ്ങിപ്പോയ വേണമെങ്കിൽ എടുത്തു തരാം. എന്ത് ചേച്ചി പുറ്റിച്ചിരിക്കണേ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എടാ അവക്ക് നമ്മളെയൊക്കെ പുച്ഛാണ്. ആ പുച്ഛ അവള് മൗനത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യണേ. അത്രേ ഉള്ളൂ. ഡാഡി നീ ഒരുപാട് ഞങ്ങളങ്ങ് താഴ്ത്തി പുച്ഛിക്കലടി. ഞങ്ങളെ നിനക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്താണ് ഞങ്ങൾ അത്ര പുച്ഛം? ഇവിടെ നോക്കണേ ലച്ചോ, ഇങ്ങനെയാണ് നീ കുഴിപ്പള്ളത്ത് പോയി നിൽക്കണ നല്ലത്. ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ. ഞാനിനി ലച്ചുവിൻ്റെ അടുത്ത് ഒരു അക്ഷരം മിണ്ടാൻ പോണില്ല. വാശിയാണെങ്കിൽ ഞാനും വാശിയാ. അറിയാലോ, പ്രശ്നക്കാരിയായ ഞാൻ നിന്നേക്കാൾ വലിയ പ്രശ്നക്കാരിയാവും. അതമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാനത് കുറെ നാളും കൊണ്ട് അമ്മയടുത്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പെണ്ണെ, കിട്ടിയ അവസരത്തിൽ ചവിട്ടി തള്ളിയിടാൻ നോക്കല്ലേ. ഇത് വേറെ മാനസിക പ്രശ്നമാണിത്. മാനസിക പ്രശ്നം ചേച്ചിക്ക് പണ്ടേ ഉണ്ടല്ലോ. അത് പിന്നെ അച്ഛൻ പണ്ടേ പറഞ്ഞല്ലേ ഇവളുടെ ഒരു പിരി ലൂസാണെന്ന്. അതെ, ഞാനാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അതിപ്പോ ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളെല്ലാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് എന്തോ പ്രശ്നമില്ലേ? ഉണ്ട്. എടാ ഇത് ചുമ്മാ ജാടാ. നമ്മളെന്തിനാ ഇവിടെ മൈൻഡ് ചെയ്യാൻ നിൽക്കണേ? നമുക്ക് നമ്മളെ കാര്യം നോക്കാം. വിടത് പോ. പിന്നെന്താണ് കാര്യം? സമാധാനമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്നും അതിനെ സമ്മതിക്കില്ലല്ലേ? ഈ കുരി പൊറ്റൊരുത്തി ആരാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായത്? ഇതെന്തോന്നത്? എല്ലാരും കൂടെ തീ കൂട്ടിയിട്ട് അതിൽ എന്നെ തള്ളിയിട്ട് കുന്തം കൊണ്ട് കുത്തുന്ന ഇത് നടപടിയാവില്ലട്ടാ. എന്റെ ദൈവമേ, ഞാൻ ആ കുഴിപ്പളത്തിലുണ്ടല്ലോ സകല ദൈവങ്ങളുടെ സാക്ഷി നിർത്തി ശപഥം ചെയ്തു വന്നതാണ്. ലക്ഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നിൽക്കത്തുള്ളൂ, തർക്കുത്തരം പറയത്തില്ല, മാന്യമായിട്ട് ജീവിക്കുന്നുള്ളൂ എന്ന്. അതിലൊന്നും സമ്മതിക്കില്ലല്ലേ നിങ്ങള്? എന്ത് കഷ്ടമാ നിനക്ക്? എന്താടാ ഞാൻ മിണ്ടാതിരുന്നത്? നിനക്ക് എന്താ പ്രശ്നം? പറയടാ കിളവൻ കേശു, ചപ്പറത്തല മുടിയാ. നിനക്ക് എന്താ പ്രശ്നം? പറയണോ നീ? എനിക്ക് വട്ടിളകേണ്ടല്ല, എല്ലാത്തിനും കടിച്ച് കീറിഞ്ഞാൻ. എല്ലാരും കൂടെ ചേർന്ന് എനിക്ക് എന്തോ ഒരു പേരിട്ടേക്കണേ. ലച്ചു, വെറും ലച്ചു, പിന്നെ ലച്ചു, കോളാമ്പി ലച്ചു. നോക്കിക്കോ, 1000 പേര് എതിരെ നിന്ന് എന്നെ എന്തെങ്കിലും പറയണ്ടല്ല. ലച്ചുവിന്റെ ഒറ്റ നാക്ക് മതി എല്ലാത്തിനും തളർത്താൻ. സ്വഭാവം മാറ്റരുത് എല്ലാരും കൂടെ. ലച്ചു തറയടങ്ങിയിട്ടല്ല, ഭൂലോകം തറയാടും. തിരിച്ചു വന്നേ. എന്റെ മോക്കൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. കൂൾ